എല്ലാവർക്കും നമസ്കാരം. ഒരാൾ മരിച്ചതിന് ശേഷം ആ ആളുടെ പേരിൽ വിവാദങ്ങൾ ഉണ്ടാവുക അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പലപ്പോഴും പല കേസുകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ ഒരാളിനെ കുറിച്ചിട്ട് പിന്നെ കുറ്റം പറയേണ്ടി വരുന്നതിൻ്റെ ഒരു ഗതികേടെന്നേ ഞാൻ പറയത്തുള്ളൂ. അങ്ങനത്തെ ഗതികേട് എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് മരിച്ചുപോയി, ഇനി ഭൂമിയിൽ ആ വ്യക്തി ഇല്ല. അയാൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും എന്തൊക്കെ തന്തയില്ലമായി ചെയ്തു കഴിഞ്ഞാലും അയാൾ പോയി. നല്ലവനായാലും കെട്ടവനായാലും കോടീശ്വരനായാലും പാവപ്പെട്ടവനായാലും പോയി. ഇനി അയാളെ പറ്റിയിട്ട് 10 കുറ്റം പറയുകയോ അയാളെ പറ്റിയിട്ട് അങ്ങോട്ട് വലിച്ചു കയറിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കേസിൻ്റെ അന്വേഷണവും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ. അല്ലാണ്ട് അവസാന കാലഘട്ടം വരെ ഒരു വിഷയമില്ലാണ്ട് മരണപ്പെട്ടു പോയ ഒരാൾ, അയാളെ പറ്റിയിട്ട് വീണ്ടും അയാളുടെ പേരിൽ അടിയുണ്ടാവുന്നത് അല്ലെങ്കിൽ അയാൾ ചത്തുപോയത് നന്നായെന്ന് അടക്കം പറഞ്ഞ് ഒക്കെ പറയുന്നത് ഒരു തന്തയില്ലായ്മ തന്നെ ഞാൻ പറയത്തുള്ളൂ. എന്ന് വെച്ചിട്ട് മറ്റേ ഒരു പീഡനം നടത്തിയവനോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ മോശമായിട്ട് ഉപയോഗിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് തന്തയില്ലായ്മ ചെയ്തിട്ട് ചാവുന്നവന്മാരാണെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്നതിൽ കുഴപ്പമില്ല. പകരം അങ്ങനെ ഒരു വിഷയമില്ല. പിന്നെ ഒരാളുടെ പൊളിറ്റിക്കൽ വ്യൂ അയാളുടെ ഇഷ്ടമാണ്. അല്ലാണ്ട് നമ്മൾ കയറിയിട്ട് അയാൾ നമ്മുടെ ഇഷ്ടപ്പെട്ട പാർട്ടിയല്ല, അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിക്ക് എതിരാണ് അയാൾ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അയാൾ മരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്ന നല്ല കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പം നടക്കുന്നത് അതാണ്. സലീം കുമാറേട്ടൻ മരിച്ചതിനെ തുടർന്നിട്ട് ഒരുപാട് വൃത്തികെട്ടവന്മാർ ഇവൻ ചാകേണ്ടതാണ്, ഇവൻ ചത്തത് നന്നായി, ഇവൻ മറ്റേതാണ് മറിച്ചതാണ് മാടയാണ് കോടയാണ് കമന്റ് ബോക്സ് ഒന്നും എനിക്ക് വയ്ക്കാൻ വലിയ താല്പര്യമില്ല. സീരിയസ്ലി അത്ര വൃത്തികേടാണ് ഓരോരുത്തന്മാർ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കമന്റ് ബോക്സുകൾ. ഫേസ്ബുക്കിലാണ് കേട്ടോ കൂടുതൽ. അത്രയ്ക്ക് വൃത്തികേടുകളാണ് വിളിച്ച് പറയുന്നത്. കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് വൃത്തികെട്ട ഓരോ മൊറ്റയെടുത്ത വർത്തമാനങ്ങളാണ് പറയുന്നത്. ഇവനെയൊക്കെ ആര് എടുത്തോണ്ട് ഇട്ടെന്നാണ് അറിയുന്നത്. നാളെ നീയൊക്കെ ചാവും. അപ്പോൾ ഇതുപോലെ തന്നെ 10 ആൾക്കാർ പറയും. ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം. അതായത് ഈ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ സലീമേട്ടൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഓൺലൈൻ മീഡിയാസ്, മെയിൻ സ്ട്രീം മീഡിയാസ് എല്ലാം അവിടെ ഉണ്ട്. ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ മീഡിയാസ് ആയാലും മെയിൻ സ്ട്രീം മീഡിയാസ് ആയാലും നിങ്ങൾ പോയി അവിടെ നിങ്ങളുടെ ബൈറ്റ് കാര്യങ്ങളെടുത്ത് നിങ്ങളുടെ ചാനലിൻ്റെ TRP എല്ലാം ഓക്കെയാണ്. ഇപ്പം ഞാനായാലും നിങ്ങളുടെ വീഡിയോ കണ്ട് അതെടുത്ത് വെച്ചാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത്. അപ്പം എല്ലാം ഓക്കെയാണ്. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി മറികടന്ന് നമ്മൾ ഊഹിത്തനം കാണിക്കരുത്. കാരണം ആ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ സലീം കുമാറായിട്ട് മരിച്ചു, മകൻ അവിടെ നിൽക്കുന്നു, അമ്മ, ഭാര്യ എല്ലാവരും അവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ കുടുംബത്തിന് ഒരു സ്പേസ് കൊടുക്കണം. അവരുടെ ഇമോഷൻ വേറെയാണ്. അവരിപ്പോൾ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ ഇമോഷന് പോലും ഒരു വില കൊടുക്കാണ്ട് കുത്തിച്ചെരി അണ്ണാക്കി കയറി വീഡിയോ എടുക്കുന്ന പരിപാടി, അത് ഏത് മീഡിയക്കാരായാലും മറ്റേടുത്ത പരിപാടി തന്നെ പറയത്തുള്ളൂ. എന്നാൽ ഇതുപോലെ അവിടെ കിടന്ന് മൊത്തം ഒരാൾ മരിച്ച് കിടക്കുകയാണ്. ഓക്കെ, അവരുടെ കുടുംബത്തിലുള്ള ഒരാളാണ് മരിച്ച് മുന്നേ കിടക്കുന്ന സമയത്ത് മീഡിയക്കാരങ്ങോട്ട് എടുക്കുകയാണ്. കരച്ചിലെടുക്കാനായാലും എന്തിനായാലും ചാടി അണ്ണാക്കി വീഴുന്ന കിടന്ന് എടുക്കുന്നതിനെ തുടർന്നിട്ട് സലീമേട്ടൻ്റെ മകൻ അവിടെ ചൂടായി, വിഷയമായി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ആദ്യം. ചന്തു നല്ല മൊട്ടം സീനായിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, അവൻ്റെ അപ്പനാണ്. അവൻ്റെ അപ്പൻ ഇങ്ങനെ ഒന്നുമല്ലാണ്ട് ജീവനില്ലാണ്ട് മുന്നിൽ കിടക്കുന്ന സമയത്ത് സ്വന്തം റീച്ചിനും സ്വന്തം എല്ലാത്തിനും വേണ്ടിയിട്ട് എല്ലാ മീഡിയക്കാരും കൂടി ഇടിച്ച് കയറുമ്പോൾ അവനത് പറ്റത്തില്ല. അവൻ്റെ അപ്പനാണ്, അവൻ്റെ അപ്പനെ വിൽക്കാനാണ് എല്ലാവരും വളഞ്ഞു നിൽക്കുന്നത്. ഓക്കെ, മീഡിയക്കാരടക്കം. അതാണ് ഞാൻ പറഞ്ഞ ഒരു ലിമിറ്റുണ്ട്. നിങ്ങൾ കുറച്ച് മാറി നിന്ന് സൈലൻ്റ് ആയിട്ട് നിന്ന് മാന്യമായിട്ട് വീഡിയോ എടുത്തിട്ട് പോയി ഞാൻ കുറ്റം പറയത്തില്ല. അങ്ങനെ എടുത്തിട്ട് പോകുന്ന ചാനൽസിന് നമ്മൾ കുറ്റം പറയേണ്ട കാര്യമില്ല. കാരണം അവരുടെ ബൈറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് സാധാരണക്കാരായ ജനങ്ങൾ വീഡിയോകളിൽ ഇരുന്ന് കാണുന്നത്. എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഇപ്പം നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ എടുത്തതുകൊണ്ടാണ്. പക്ഷേ അതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ടാ. നിങ്ങൾ അവിടെ കിടന്ന് അലമ്പ് കച്ചറ പരിപാടി ബഹളം വെച്ച് ഇതൊരു മരണ വീടാണ്. ആ ഒരു ബോധം പോലും ഇല്ലാണ്ട് അതിപ്പോൾ അവിടെ നിൽക്കുന്ന കുറേ എണ്ണം
നമുക്ക് ഈ ചന്തുവിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഏതാണ്ട് മനസ്സിലായി. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റില്ല വീഡിയോ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്ക്, വോയിസ് ഇല്ലാണ്ട്. കണ്ടല്ലോ, എല്ലാവരും കൂടി കുത്തി ഞെരിയും കിടക്കുകയാണ്. ഇത് എടുത്തുകൊണ്ട് പോയാലേ സ്വന്തം ചാനലുകൾക്ക് റീച്ച് കിട്ടത്തുള്ളൂ, TRP അടിച്ച് കയറ്റാൻ പറ്റത്തുള്ളൂ. അവിടെ കിടന്ന് ബഹളം വയ്ക്കുക, സൗണ്ട് കേട്ടത് കണ്ട, ബാക്കിൽ വാരത്തോടെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നു. അവരെല്ലാം റീച്ചിനും വീഡിയോ ക്ലിപ്സിനും വേണ്ടിയിട്ടാണ് വന്നത്. ഓക്കെ, ആയിക്കോട്ടെ, നിങ്ങളുടെ ചാനൽ റീച്ച് കാര്യങ്ങളൊക്കെയാണ്, നിങ്ങൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, എല്ലാം ഓക്കെയാണ്. പക്ഷേ എന്തുവാടെ, ഒരു മരണ വീടാണ് അവിടെ. ആ കുടുംബത്തിൻ്റെ അവസ്ഥ നമ്മൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ചിന്തിച്ച് അതിനെയൊക്കെ ഒന്ന് മാനിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ കമൻറ്റ് ബോക്സ് ഒന്ന് വായിക്കാം കേട്ടോ. കമൻറ്റ് ബോക്സ് കാണുമ്പോൾ കുറച്ചൊക്കെ ഏതാണ്ട് ചിലപ്പോൾ നിനക്കൊക്കെ പിടിയിട്ട്. ഇവനെയൊക്കെ ആവശ്യം പോലെ ഇവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഫോണും പിടിച്ച് ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന ഓക്കെ മീഡിയകൾ, മരവാഴ എന്നാണ് ഉദ്ദേശിച്ചത്. ആര് മരിച്ചാലും കുഴപ്പമില്ല, നമുക്ക് റീച്ച് കിട്ടിയാൽ മതി, വീഡിയോ പിടിച്ചാൽ മതി, കഷ്ടം ലൂസ് അടിക്കാൻ പറമോനെ. ഇയാൾ ഒന്ന് ഫേമസ് ആവാൻ വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെ റെസ്പെക്റ്റിംഗ് സലീമേട്ടൻ. അതായത് എടാ, കുറേ പേര് പറയുന്നുണ്ട് അവിടെ വിഷയം ഉണ്ടാക്കി റീച്ച് ആവാൻ വേണ്ടിയിട്ട് ചന്തു കാണിച്ച പരിപാടിയാണെന്നാണ് പറയുന്നത്. എടാ, എന്ത് മണ്ടത്തരോടാ പറയുന്നത്? ഇത് അപ്പനാണ് മേടിച്ച് കിടക്കുന്നത്, ആ സമയത്താണ് അവൻ റീച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. എടാ, ആ ഫാമിലി അത്രയും അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മരിച്ച് നിങ്ങളുടെ മുന്നിൽ കിടക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവർ ബഹളം ഉണ്ടാക്കി അവിടെ കിടന്ന് ചിരിച്ചട്ടകത്തി കളിച്ച് ക്യാമറയും കൊണ്ട് വരുമ്പോഴേ നിങ്ങൾക്ക് മാനസികാവസ്ഥ പിടികിട്ടത്തുള്ളൂ. ഓക്കെ, ആ ഒരു ഗതികെട്ട മാനസികാവസ്ഥയിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ചന്തു അത്രയും റൈസ് ആയത്. അവൻ്റെ അപ്പനെ ഇങ്ങനെ ഇതൊക്കെ ആരോട് പറയാൻ. അവൻ്റെ നഷ്ടമായത് അവൻ്റെ അച്ഛനെയാണ്. ഒന്ന് ചടങ്ങ് ചെയ്യാൻ പോലും അവിടെയുള്ള മീഡിയ സമ്മതിക്കുന്നില്ല, ഒന്ന് പൊട്ടിക്കരയാൻ പോലും അവനക്ക് പറ്റുന്നില്ല. സത്യം, അവൻ്റെ അപ്പനാണ് അവന് നഷ്ടമായത്. അവനൊന്ന് പൊട്ടിക്കരയാനോ ചടങ്ങ് നടത്താനോ ഒന്ന് മനസമാധാനത്തിലോട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല. ബഹളം, കാച്ചാറ പരിപാടി, ചന്ത പോലെയാണ് കിടന്ന് വിളിക്കുന്നത്. ആ വീഡിയോയിൽ വ്യക്തമായിട്ട് കേൾക്കാം. ക്യാമറയും തൂക്കി ഇടയിൽ നിൽക്കുന്ന എമാരോട് പുള്ളി പറയുന്നത് അതാരാ? ഈ ചന്തുമായി സലീമേട്ടൻ്റെ മകൻ. ഇല്ല, കേട്ടില്ല. എന്താ ചേട്ടാ പറഞ്ഞേ? മീഡിയ മാപ്രകൾ, മുൻനിര പിൻനിര, ഓൺലൈൻ വരുന്ന എല്ലാ ചാനലുകൾക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചു. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് മീഡിയക്കാർക്ക് അടക്കം നെഗറ്റീവ് വന്നത്. നീയൊക്കെ തന്നെയാണ് നിന്റെയൊക്കെ കുഴി തോണ്ടുന്നത്. മാധ്യമങ്ങളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണം. ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ വൈകാരിക മുഹൂർത്തങ്ങൾ ഒപ്പിയെടുക്കരുത്. ഇതിനെതിരെ നടപടി ഉണ്ടാക്കണം. അത് നല്ലൊരു കാര്യം കേട്ടോ. ഈ പറയുന്ന പോലെ അവരുടെ സമ്മതം ചോദിച്ചിട്ട് വേണം ഇനി മീഡിയക്കാരെയൊക്കെ കയറ്റാൻ. അതിപ്പോൾ ഏതൊരു സെലിബ്രിറ്റിയുടെ മരണമായാലും ഏതൊരു ആക്ടറിൻ്റെ ആയാലും ഇനിയിപ്പോൾ ആരുടെ ആയാലും അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ കാണുന്നുണ്ട്, ഓക്കെ, നിങ്ങളൊക്കെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കാണുന്നത് എന്ന് വെച്ച് നമുക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ഇമോഷനും അവരുടെ ആ ഒരു മാനസിക അവസ്ഥയെ നശിപ്പിച്ചുകൊണ്ടാകരുത്. ഓക്കെ, എനിക്ക് അത്രയും പറയണമെന്ന് തോന്നി. അത്രയും പറഞ്ഞില്ലേ പിന്നെ എന്നാ ഞാൻ ഇരിക്കുന്നത്. ഇതിനെതിരെ നടപടി ഉണ്ടാക്കണം. പാവം, എല്ലാവർക്കും അവരുടേതായ സ്വകാര്യതയുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ പ്രതികരിക്കാനും കഴിയില്ല. ഇങ്ങനെ ചെയ്യാൻ മാധ്യമങ്ങളെ അനുവദിക്കരുത്. എല്ലാ ആവശ്യത്തിനും വേണം, ഓവറാകരുത്. അതാണ് ഞാനും പറയുന്നത്. മാധ്യമങ്ങൾ മര്യാദയ്ക്ക് വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നിന്ന് വീഡിയോ എടുത്തിട്ട് ഉണച്ചിട്ട് പോകണം. അല്ലാണ്ട് ചുമ്മാ വന്നിട്ട് അവിടെ കിടന്ന് കച്ചറ പരിപാടിയും ബഹളം ഉണ്ടാക്കി അവന്മാർ പരസ്പരം ഇടിയ. ഒരുത്തൻ്റെ മേളിൽ കയറി ഇടി, അവൻ്റെ മേളിൽ കയറി ഇടി. കാരണം എക്സ്ക്ലൂസീവ് ക്ലിപ്പ് കിട്ടുന്നുണ്ട് കരച്ചിലൊക്കെ. അതിന് വേണ്ടിയിട്ട് അവിടെ പുറത്ത് കയറി ഇടിയ. ഇനിയിപ്പോൾ ചന്തു അവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അതും ഇതായി. ഇതൊക്കെയാണ് അവസ്ഥ. കൊള്ളാം. അദ്ദേഹത്തെ കാണാൻ വന്ന ആളുകളോട് അല്ല ചൂടാകുന്നത്. സാഹചര്യം പോലും മനസ്സിലാകാതെ എവിടെയും ക്യാമറയും പിടിച്ച് ചെല്ലുന്ന മീഡിയക്കാരോടാണ്. ഓക്കെ, മീഡിയക്കാർക്ക് നല്ല പോസിറ്റീവാണ് കേട്ടോ. കമൻറ്റ് ബോക്സ് മൊത്തം സൂപ്പർ, നല്ല കാര്യം. ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം കേട്ടോ. അതായത് നമ്മുടെ ദിലീപേട്ടനും രാഹുൽ മാങ്കൂട്ടവും കൂടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു ചടങ്ങ് പങ്കെടുക്കാനായിട്ട്. ആ വീഡിയോ ഒന്ന് കാണാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം അടുത്ത് ഇന്നാവിടെ അമ്മച്ചിയുടെ മാവുങ്കലോ 2 പെണ്ണുമാരും കൂടി ഒരുമിച്ച് കയറി പോകണമെന്നായി അടുത്ത് തോന്നടേ. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഓരോരുത്തരും വ്യാജ ആരോപണങ്ങളുമായിട്ട് വന്ന് അത് ഞാൻ പറഞ്ഞേ അപ്പോൾ പറയുമ്പോൾ അവളുമാർ അങ്ങനെ ഇങ്ങനെ. ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. കുറേ പേര് വിചാരിക്കും രാഹുൽ മാങ്കൂട്ടം ചെറ്റിയാണ്. പരസ്പരം ഇഷ്ടത്തോടെ ഒരു സമയത്ത് പരിപാടി ചെയ്തിട്ട് പിന്നെ വന്നിട്ട് അവളുമാർ പറയും എന്നെ വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കി എന്നെ പീപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടുത്തെ മറ്റേടത്തെ ന്യായം? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ വീഡിയോ കാണുന്ന ആണുങ്ങളെടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഒരു സമയത്ത് പരിപാടി ചെയ്ത് ഏതെങ്കിലും നിങ്ങൾ സ്നേഹത്തിലായിരുന്ന എന്താ ഓട്ടം പരിപാടി ചെയ്ത് ഒരു പെണ്ണിനെ
ഓക്കെ, നിങ്ങൾ പരസ്പരം ഇഷ്ടത്തോടെയാണ് ചെയ്തത്. എന്നിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞ്, കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നീ അത്യാവശ്യം സെറ്റപ്പ് ആകുമ്പം നിൻ്റെ പൈസ തട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മറ്റേടുത്ത പരിപാടി ഇട്ട്, അല്ലെങ്കിൽ നിൻ്റെ ആ ഒരു ഇമേജ് കളയാനായിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അവളുമാർ ഉടലെടുക്കുന്നു എന്ന് വെച്ചോ. ഏത് അയ്യോ അന്ന് തന്നെ വിവാഹ വാഗ്ദാനം നൽകി ഉണ്ടാക്കി, ഇത്രയും കാലം അവളെ എവിടെയായിരുന്നു അവള്? എനിക്ക് ചോദിക്കുമ്പോൾ നമ്മളെല്ലാം ചോദിക്കണമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ദിലീപിനുണ്ടല്ലോ മറ്റേ നടിയെ ആക്രമിച്ച കേസ്, അതിൽ കോടതി വെറുതെ വിട്ടിട്ടും തലയ്ക്കകത്ത് ബോധമില്ലാത്ത കുറേ എണ്ണം വേറെ. കൂടുതലൊന്നും പറയല്ല. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്ക്. ദിലീപേട്ടന് കുട പിടിച്ച് കൊടുത്തതിൻ്റെ സൈഡിൽ കൂടി നുഴഞ്ഞു കയറി ഒരു സാമൂഹിക കോഴി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനാണ് പറയുന്നത്, ചിക്കൻ ഫാം രണ്ടുപേരും കൂടി ചേർത്ത് പ്ലക്കാൻ പൊക്കി വരാൻ ശ്രമം നടത്തുന്നുണ്ട്. രാഹുൽ ദിലീപിന്റെ കാറിൽ എന്തിനാണോ കയറുന്നത്? ദിലീപിന് ഇയാളുമായി എന്താണ് ബന്ധം? ഇപ്പോൾ MLA പോലും അല്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചത്. അതുപോലെ പോലീസ് എന്തിനാ കുട പിടിച്ചു കൊടുക്കുന്നത്? മഴ പെയ്ത് മഴ നനയാതിരിക്കാൻ വേണ്ടി കുട പിടിച്ചു കൊടുത്താൽ ഇപ്പോൾ വല്ല തെറ്റുണ്ടോ? പിന്നെ അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെങ്കിൽ അവർ രണ്ടുപേരും കാറിൽ കയറി പോകും, അത്രേ ഉള്ളൂ, വല്ലതും ചെയ്യാണ്ട. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ട അത്ര വലിയ തെറ്റൊന്നുമില്ല. പരസ്പരം ഇഷ്ടത്തോടെ പരിപാടികൾ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് മറ്റേ അടുത്ത പരിപാടികളെ പറഞ്ഞാൽ അവളുമാരെയാണ് ആദ്യം പിടിച്ച് വെടിവെച്ചിടേണ്ടത്. പെണ്ണുങ്ങൾ പറയണ ഇറങ്ങിയിട്ടുണ്ട്, ഒരു പ്രിവിലേജ് കൊണ്ട് ഇവളുമാർ മറ്റേ ആണുങ്ങളെ ജീവിതം തുളയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കോളും കോപ്പുകൾ. രണ്ടും പേരും ഒറ്റ ഫ്രെയിമിൽ. ദിലീപേട്ടൻ മാങ്കൂട്ടം ആണ് കൂടെ. ഒന്ന് സൂക്ഷിക്കുക, വെറുതെ വള്ളി പിടിക്കണോ? സെയിം ബട്ട് ഡിഫറെൻറ്റ്. എല്ലാം ഒരു കുടക്കീഴിൽ, രണ്ടാളും ഒരുപോലെ ഏറെ അനുഭവിച്ചവരാണ്. അതാണ് സത്യം. ഈ പെണ്ണുങ്ങൾ പ്രിവിലേജ് വെച്ചിട്ട് രണ്ടാളെയും ഒരുപാട് അനുഭവിപ്പിച്ചിട്ടുണ്ട്. എന്തിന്? ദിലീപിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ ഉത്തരം കിട്ടത്തില്ല. ജനുവിൻ ചോദ്യങ്ങളല്ലേ ചോദിച്ചത്. ഗണേഷ് കുമാറിൻ്റെയും മുകേഷിൻ്റെയും ഉണ്ണന്മാരായ അടിമക കമ്മികൾ രാഹുലിനെ കണ്ടപ്പോൾ വഴിയിടുന്നു. എന്തോന്ന് കോപ്പടേ, അത് ശരിയാ, രാഹുൽ ടീം വർക്കിന് ഇറങ്ങിയാലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നെഗറ്റീവ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വന്നതുകൊണ്ട് അത് നെഗറ്റീവ്. അടുത്ത് വേറൊരു വീഡിയോ കൊടുക്കാം. മൂന്നാമത്തെ യാത്രയിൽ ആ വീട്ടിലില്ലല്ലോ അനുസ്മരണ ജയറ. ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രൊഫഷനിൽ നിന്ന് സിനിമയിലെത്തിയവരാണ്. മിമിക്രി എന്ന കലയിലൂടെ വന്നവരാണ്. അദ്ദേഹത്തെക്കാൾ കുറച്ച് മുമ്പ് ഞാൻ എത്തി എന്ന് മാത്രം. സ്വന്തമായിട്ട് ഒരു നിലപാടുള്ള വ്യക്തിയാണ്. തൻ്റെ നിലപാടുകൾ എപ്പോഴും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഏതൊരവസരത്തിലും ഏതൊരു വേദിയിലും അത് തൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ എന്നുള്ളതൊന്നും നോക്കാതെ ആ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു. ഇതിനു മുമ്പ് ഈ പറവൂരെത്തിയത് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ സ്വന്തമായി അദ്ദേഹം ഒരു വീട് പണിതപ്പോൾ അതിനുവേണ്ടി വരാൻ സാധിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ദേശീയ ബഹുമതി കിട്ടിയപ്പോൾ അതിനും ഞാൻ ഈ പറവൂരെത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. മൂന്നാമത് പ്രാവശ്യം ഈ പറവൂരെത്തിയപ്പോൾ അദ്ദേഹം എന്നോടൊപ്പമില്ല. ഓക്കെ, ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കാം. എല്ലാവരും അത്യാവശ്യം ഇതൊക്കെയാണ്. ഓക്കെ, ഞാനൊരു കാര്യം പറയാടെ. ഇപ്പോൾ സലീമേട്ടൻ മരിച്ചത് എന്തോ വലിയ നല്ല കാര്യം എന്നുള്ള രീതിയിൽ കുറേ എണ്ണം ഫൈറ്റ്, കമ്മിയും കുമ്മികളും എല്ലാം കൂടി കിടന്നു തമ്മിലടിക്കുക. നേരെ മരിച്ചത് നന്നായി, അങ്ങനെ എന്തുവാടാ ഇത്രയേ ഉള്ളൂ നിൻ്റെയൊക്കെ ആ ഒരു മൈൻഡ് സെറ്റ്? എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. ഒരാൾ മരിച്ചു കിടക്കുമ്പോഴാണോ നിൻ്റെയൊക്കെ ആഘോഷങ്ങൾ? പുച്ഛം എനിക്ക് തോന്നുന്നു, വെറും പുച്ഛം മാത്രം. അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല കേട്ടോ, സീരിയസ്ലി പറയാമല്ലോ, വെറും പുച്ഛം മാത്രം. അത്രയും വൃത്തികെട്ട മെൻറ്റാലിറ്റിയാണ് കുറേ എണ്ണത്തിൻ്റെ. ഒരാൾ മരിച്ചതിന് ശേഷം അയാൾ മരിച്ചതെന്നായ, അല്ലെങ്കിൽ അയാൾ എന്തോ അത്രയും വലിയ ക്രിമിനൽ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം. അങ്ങനെ ഒന്നുമുള്ള ഒരു വ്യക്തിയല്ല, ടോട്ടലി ഗുഡാണ്. പിന്നെ എല്ലാ മനുഷ്യരിലും ഉണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് നല്ല ടോട്ടലി ഗുഡായിട്ടുള്ള ഒരാളിന് അയാൾ മരിച്ചു. 56 വയസ്സായപ്പോഴാണ് മരിച്ചത്. അസുഖങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു, എല്ലാ വലിയ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, മരണപ്പെട്ടു പോയതിനു ശേഷം പ്രത്യേകിച്ച് ഫേസ്ബുക്കിലാണ് ഈ മേലെല്ലാം കൂടി കിടന്ന് വരവുന്നത്, തമ്മിലടി. കഷ്ടം. ഇനി ചന്തു അവിടെ ബഹളം ഉണ്ടാക്കിയത് വിഷയം, അങ്ങനെ കുറേ എണ്ണം പറയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നോ എന്തോ ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണേ, വല്ലാത്ത അവസ്ഥ. ഒരാൾ മരിച്ചപ്പോൾ പിന്നെ അയ്യോ എന്തൊക്കെ കാണണമെന്ന് സത്യം പറഞ്ഞാൽ വയ്യടെ. കണ്ട് ഭ്രാന്തായി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.